CPM സംസ്ഥാന സമ്മേളന പ്രവർത്തന റിപ്പോർട്ടിൽ തനിക്കെതിരെ ചേർത്തിരുന്ന വാസ്തവവിരുദ്ധമായ പരാമർശങ്ങളിൽ ചിലത് ഒഴിവാക്കിയത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് VSന്റെ വാർത്താക്കുറിപ്പ് ആരംഭിക്കുന്നത്. വാർത്താക്കുറിപ്പിലെ മറ്റു കാര്യങ്ങൾ ഇങ്ങനെ: PBയുടെ പരിശോധനയ്ക്ക് ശേഷം മറ്റു ഭാഗങ്ങളും ഒഴിവാക്കപ്പെടുമെന്ന് താൻ ആശിക്കുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി ജീവപര്യന്തം തടവിന് ശിക്ഷ വിധിച്ച 3 പാർട്ടി മെമ്പർമാർക്കെതിരെ നടപടി വേണമെന്ന് താൻ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ്. കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ മൂലം ഒരാൾക്കെതിരെ നടപടിയെടുത്ത പാർട്ടി മറ്റ് 2 പേരെ പാർട്ടി കമ്മിറ്റികളിൽ നേതാക്കന്മാരായി അവരോധിച്ചിരിക്കുകയാണ്. ഇവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി പാർട്ടിക്കുണ്ടായ ദുഷ്പേര് ഇല്ലാതാക്കണമെന്ന് VS ആവശ്യപ്പെടുന്നു. താൻ പാർട്ടി വിരുദ്ധനാണ് എന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രമേയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ശരിയല്ല എന്ന ബോധ്യം കൊണ്ടാണ് സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്നത്. ആ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ കാരണത്താൽ ഇന്നത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്നിരിക്കുകയാണ്. തന്റെ ഈ നിസ്സഹായാവസ്ഥ ജനറൽ സെക്രട്ടറിയെ രേഖാമൂലം അറിയിച്ചതായി വ്യക്തമാക്കിക്കൊണ്ടാണ് VSന്റെ വാർത്താക്കുറിപ്പ് അവസാനിക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.